വന്നിട്ട് ഇന്നിങ്ങനെ കയ്യിൽ പിച്ചിട്ട് എന്തിനാ കരയണത് ആദ്യമായിട്ടാണ് കാണുന്നത് പാളെ, ഫോണിൽ കാണുന്നത് നേരിട്ട് കാണണം അത്രയല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് അതായത് ഇന്റെ കയ്യും കാലും ഉമ്മ പിടിച്ചു കൊടുക്കുക ആൾക്ക്. ഞാൻ കരയുമ്പോൾ എൻ്റെ വായ കുത്തി കൊടുക്കുക, കരയുമ്പോൾ കണ്ണീര് തുടച്ചു കൊടുക്കുക, തുടച്ചു തരിക. അതായത് ഇപ്പൊ കെയ്യും എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്നെ പിടിച്ചു കൊടുക്കുക. അങ്ങനെ അന്ന് ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, കരഞ്ഞിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ കഴിഞ്ഞ് പിന്നെ ഇത് അവിടുന്ന് അങ്ങോട്ട് ഇത് സ്ഥിരമായി. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കേരളത്തിൽ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയായിരിക്കാം ഇത്. കാരണം സ്വന്തം മകളെ കാമുകന് വേണ്ടി കാഴ്ചവെക്കുന്ന ഉമ്മമാർ. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ഇത്തരത്തിൽപ്പെട്ട ഒരു വാർത്ത എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കേൾക്കുന്നത്. ഇത് മാതൃഭൂമി ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ്. എന്തായാലും ഇത് നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ സിനിമകളിലും അതുപോലെ തന്നെ നോവലുകളിലും അതുപോലെ തന്നെ പത്രങ്ങളിലും എല്ലാം എഴുതി വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം നേരിട്ട് അത് ജനങ്ങളോട് സംസാരിക്കാനുള്ള മനസ്സ് കാണിച്ച ഒരു പെൺകുട്ടി, തീർച്ചയായിട്ടും ധീരത എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്. ആ പെൺകുട്ടിയെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അനുഭവിച്ച യാതനകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ഉമ്മയും ഒരു മകളോടും ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത, മാപ്പർഹിക്കാത്ത കൊലക്കുറ്റം തന്നെ ഇതിലും വലുത് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മോശകരമായ ഒരു കാര്യം ഒരു ഉമ്മ മകളോട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരമില്ല. കാരണം സ്വന്തം ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് പഠിച്ച നമ്മൾ അത്രമാത്രം ആ ഉമ്മയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും എല്ലാം ചെയ്യണം. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ഉമ്മയെ ഞാൻ പറയുമ്പോൾ സ്നേഹിക്കരുത് എന്ന് മാത്രമല്ല, അടുപ്പിക്കുക പോലും ചെയ്യരുത്. അത്രമാത്രം വൃത്തികെട്ട ഒരു ഉമ്മയാണ്. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം 11 വയസ്സുള്ള സമയത്ത് ആ സ്വന്തം സഹോദരിയോട് ആ ഉമ്മ പറയുന്ന കാര്യങ്ങളും എന്തൊക്കെ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത് എന്ന് ആ സഹോദരി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ തീർച്ചയായിട്ടും നെഞ്ച് പൊട്ടിപ്പോയി. ഏതായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. നിങ്ങളുടെ കുട്ടികളൊക്കെ കാണിക്കണമോ വേണ്ടേ നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഇത്തരത്തിൽപ്പെട്ട വാർത്തകൾ തീർച്ചയായിട്ടും നമുക്കൊന്നും ജീവിതത്തിൽ കേട്ടറിവ് പോലും ഇല്ല. ഏതായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വാർത്ത കേൾക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഇതൊന്നും പങ്കുവെക്കണമെന്ന് തോന്നി. ആ ഉമ്മയ്ക്ക് മാന്യമായ ശിക്ഷ ഏതായാലും പടച്ച തമ്പുരാൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഏതായാലും കിട്ടും. ഈ ലോകത്ത് നിന്ന് ഏതായാലും കിട്ടിയിട്ടുണ്ട്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ആ സഹോദരി പറയുന്ന കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് കേട്ടു നോക്കാം. കാരണം ഇതൊന്നും ഒരിക്കലും സംഭവിക്കരുതേ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ആ സഹോദരി പറയുന്ന വാക്കുകൾ കേൾക്കാം. ഞാൻ 4-ലെത്തിയപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഒരാളെ ഉമ്മ കാണിച്ചു തന്നു. ഇത് നിന്റെ കാക്കുവാണ്, കാക്കൂന്ന് വിളിച്ചാൽ മതി, കാക്കാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വാപ്പാടെ സ്ഥാനത്താണ്, അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഞാനും എൻ്റെ ഏട്ടനും ഓക്കെ, നമുക്ക് അന്നം തരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്ന, അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരാളെന്നുള്ള ഒരു റെസ്പെക്റ്റ്, ആ ഒരു സംഭവം നമ്മൾ ഓക്കെ, അത് നമ്മൾ ഒരു കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സാധനം. അങ്ങനെ ആ 4ാം ക്ലാസ് കഴിഞ്ഞു, 5, 6 ആ ഒരു സമയത്തൊക്കെ എത്തിയപ്പോൾ ആൾ ഗൾഫിൽ പോയിട്ട് ദിവസം വിളിക്കും കേട്ടോ. പക്ഷെ ദിവസം വിളിച്ചിട്ട് എന്താണ് സുഖല്ലേ ഒന്നും പറയാണ്ടാവില്ല. പക്ഷെ എന്നാലും എന്താണ് വിശേഷം, കുഴപ്പമില്ലല്ലോ, എന്താണ് വിശേഷം, കുഴപ്പമില്ലല്ലോ, അങ്ങനെ കുറേ പറഞ്ഞ് ഇതെന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് സംസാരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ഡ്രസ്സ് മാറ്റുമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമോ, അങ്ങനെ ഭയങ്കര ന്യൂഡ് പിക്ചർ ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് മനസ്സിലാവും, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇത് പ്രൈവറ്റ് പാർട്സ് ആണ്, ഇത് ഒരിക്കലും ഒരാൾക്കും കാണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് ആദ്യം ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ശരിയാവില്ല അമ്മയോട് പറയൂ. അപ്പോൾ ആൾ വേണ്ട പറഞ്ഞു. പിന്നെ ആളിത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല, കുറേ ഞാൻ ശ്രമിച്ചു, പക്ഷെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര പറഞ്ഞിട്ട് ആൾ കേൾക്കുന്നില്ല, എനിക്ക് പറ്റണില്ല. അതിൽ ഉമ്മ അതാവില്ല, ആളങ്ങനെ ചോദിക്കില്ല, ആൾ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പം അല്ല, ആൾ അതന്നെയാണ് ചോദിച്ചത്, എനിക്കറിയാം, എനിക്ക് ഉറപ്പാണ് പറഞ്ഞു. അപ്പോൾ ഉമ്മ ആളെ വിളിച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ, നല്ല സമാധാനം, ഇനി എങ്ങാനും ആളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ, ആൾ ചോദിക്കില്ലല്ലോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആൾ കോൺടാക്റ്റ് ഒന്നുമില്ല. അപ്പം അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞ് ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യപ്പോൾ നമ്മളെ അവസ്ഥ ഇങ്ങനെ ആയി, പാപ്പ എവിടെയെന്ന് അറിയില്ല, വേറെ ആരും എവിടെയെന്ന് അറിയില്ല. അതായത് ഇവർ ഡിവോഴ്സ് കേസ് മോളിൽ നടന്നു പോകുന്നുണ്ട്. ഡിവോഴ്സ് കേസിൻ്റെ കൂടെ തന്നെ ചെലവിന് കൊടുക്കാത്ത കേസ്, പിന്നെ അതുപോലെ തന്നെ ഈ കുറേ കേസ് നടക്കുന്നുണ്ട്, പ്ലസ് ഈ കുടുംബക്കാരുടെ കേസൊക്കെ. അപ്പോൾ ഇതൊക്കെ കേസ് നടത്തണം, പിന്നെ നിങ്ങളെ വളർത്തണം, ഉമ്മമാർക്ക് മരുന്ന് വാങ്ങണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ എന്താ ചെയ്യുക, ഞാനിപ്പോൾ ആളില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റോട്ടിൽ കറങ്ങി വന്നിട്ടുണ്ടാവും, റോട്ടിൽ കറങ്ങേണ്ടി വരും. ഒരു ഫോട്ടോ അല്ലേ എനിക്ക് അയച്ചു കൊടുത്തൂടെ, ഇത് പുറത്തറിയാൻ പോകുന്നില്ലല്ലോ, എന്താണ് എൻ്റെ പ്രശ്നം.
ഞാൻ കരഞ്ഞു, നമുക്ക് പെട്ടെന്ന് കരഞ്ഞു ഞാൻ. അതിൽ എൻ്റെ അടുത്ത് ഉമ്മയാകെ എന്താ പറയാ ഭയങ്കര നിരാശ എന്നല്ലേ, ഒരുപാട് ഭയങ്കര സങ്കടത്തോടെ നീറിയിട്ട് എൻ്റെ അടുത്ത് സാരല്ല, ഒരു ഫോട്ടോ അല്ലേ, മുഖം കാണില്ലല്ലോ, ആളെ കണ്ടിട്ട് ഡിലീറ്റ് ആക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഉമ്മേനെ എൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഓരോ ആഴ്ചയിലും ആൾക്ക് ഫോട്ടോസ് വേണം. അതൊക്കെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അന്ന് വീട്ടിൽ, അതായത് ഉമ്മ പരിചയപ്പെടുത്തി കൊടുത്ത് നിങ്ങൾ കേട്ട് കാണും. അങ്ങനെ കാക്കു എന്ന് വിളിക്കാനാണ് പറയുന്നത്. കാരണം സ്വന്തം വാപ്പ ഉപേക്ഷിച്ച് പോയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹം ഗൾഫിൽ നിന്ന് ഡെയിലി ഫോൺ ചെയ്യുന്നുണ്ട്, വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ പറഞ്ഞു, നമുക്ക് ആരുമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് റോഡുമിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ആ കാക്കു എന്ന് പറയുന്ന മനുഷ്യന് പറയുന്നത് അങ്ങ് സമ്മതിച്ച് കൊടുത്തേക്ക് എന്ന മെട്ടിലാണ് ഉമ്മ ഈ സഹോദരിയോട് പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് പൊട്ടുന്നൊരു വേദനയാണ്. ചിലപ്പോൾ ഉമ്മ അഗത്യന്തരമില്ലാതെ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാണ് എങ്കിലും ഇത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികേടിനെക്കാട്ടിലും എത്രയോ അന്തസ്സുള്ള പരിപാടികൾ ആ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ആ ഉമ്മയ്ക്ക് എന്തെല്ലാം നൂറുകൂട്ടം, ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ ഉമ്മാരത്ത് പോയിട്ട് കൈനീട്ടിയിട്ട് ഭിക്ഷ യാചിച്ച മകളെ നോക്കിയിട്ടുണ്ടെങ്കിലും അതിനൊരു അന്തസ്സുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്തരത്തിൽപ്പെട്ട തോന്നിവാസത്തിന് ഒരു ഉമ്മയും ഗതികേട് കൊണ്ട് ചെയ്തു പോയി എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കമൻ്റ് അയക്കരുത്. കാരണം ഒരു ഗതികേടുമില്ല. ഇത് ഗതികേട് എന്നല്ല ഈ പറയും, ഇനി തോന്നിവാസം, അങ്ങേ തരത്തിലെ കൂട്ടിക്കൊടുപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഇതിന് വധശിക്ഷയല്ലാതെ മറ്റൊരു ശിക്ഷയുമില്ല. ഗൾഫ് നാടുകളേറ്റാനാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഉമ്മാനെ നമുക്ക് തലവെട്ടുന്നത് നമുക്ക് ലൈവായിട്ട് കാണാമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലായതുകൊണ്ട് സുഭിക്ഷമായിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ട് ജീവപര്യന്തത്തിൽ ആ കാമുകനൊപ്പം ജയിലിൽ താമസിക്കാൻ ഒരു 10-11 വർഷം രണ്ടുപേർക്കും കിട്ടും. അത് കഴിഞ്ഞിട്ട് കൂളായിട്ട് അവർക്ക് ഇറങ്ങിപ്പോരാവുന്ന ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ. 2 ലക്ഷം രൂപയുമാണ് ഫൈൻ വിധിച്ചത് കോടതി. ഏതായാലും കോടതി മാന്യമായ രീതിയിലുള്ള ശിക്ഷകളെല്ലാം വിധിച്ചിട്ടുണ്ട് ഈ ഒരു കേസിൽ. പക്ഷേ ഈ സഹോദരിയുടെ അവസ്ഥ മറ്റൊരു കുട്ടിക്കും കേരളത്തിൽ എന്നല്ല ലോകത്തിൽ എവിടെയും കേൾക്കാൻ പോലും സാഹചര്യം വരരുത്. അത്രയും മൃഗീയമായ, അല്ലെങ്കിൽ ചിന്തിക്കാനും അറപ്പ് പോലും തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ ഉമ്മ ചെയ്തത്. ഈ ഉമ്മയൊക്കെ എങ്ങനെയാണ് ഉമ്മ എന്ന് വിളിക്കുക? ഉമ്മ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം പോലും നമുക്ക് പറയാൻ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ഒരു ഉമ്മയാണിത്. തീർച്ചയായിട്ടും ഒരു സഹോദരനും കൂടി ഉണ്ടായിരുന്നു. ആ സഹോദരനും ഇദ്ദേഹത്തെ കാക്കു എന്നാണ് വിളിച്ചത്. കാരണം ഭക്ഷണം തരുന്ന കൈയായതുകൊണ്ട് തട്ടി മാറ്റാതെ പോകണമെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ച് കൊടുക്കേണ്ട നിവൃത്തികേട് ഈ സഹോദരിക്ക് വന്നു. തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ ഒരു മഴക്കാലമാണ്. അപ്പോൾ ഈ അവധികൾ, കുറേ അവധി പ്രഖ്യാപിച്ചിരുന്ന പ്രളയത്തിൻ്റെ സമയമൊക്കെ. അപ്പോൾ ഇയാൾ ഗൾഫിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ വീട്ടിൽ വരികയാണ്. പക്ഷേ ആൾക്ക് വേറൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ ആൾക്ക് 4 കുട്ടികളുണ്ട്. അപ്പോൾ ഇയാൾ അന്ന് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ വീട്ടിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകാൻ ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ ഇട്ട് ബസ് കാത്തു നിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, പോണ്ട, ആൾ വരുന്നുണ്ട്, നിൻ്റെ അടുത്ത് പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ആൾ വന്നു. പക്ഷെ എനിക്കപ്പോൾ ഒരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും എന്താ പറയുക, ഇനി ഉപദ്രവിക്കാൻ വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അന്ന് ആൾ വന്നു. വന്നപ്പോൾ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? കരയുക. അപ്പോൾ ഞാൻ കരഞ്ഞു. കരഞ്ഞപ്പോൾ ഉമ്മ വന്നിട്ട് ഇന്നിങ്ങനെ കയ്യിൽ പിച്ചിട്ട് എന്തിനാ കരയണത്, ആദ്യമായിട്ടാണ് കാണുന്നത്, പാളെ ഫോണിൽ കാണുന്നത്, നേരിട്ട് കാണുന്നത്, അത്രയല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന്, അതായത് എൻ്റെ കയ്യും കാലും ഉമ്മ പിടിച്ചു കൊടുക്കുക ആൾക്ക്. ഞാൻ കരയുമ്പോൾ എൻ്റെ വായ കുത്തി കൊടുക്കുക, കരയുമ്പോൾ കണ്ണീര് തുടച്ചു തരിക. അതായത് ഇപ്പം കെയ്യും എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്നെ പിടിച്ചു കൊടുക്കുക. അങ്ങനെ അന്ന് ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. കരഞ്ഞ എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പം കഴിഞ്ഞ് പിന്നെ ഇത് അവിടുന്ന് അങ്ങോട്ട് ഇത് സ്ഥിരമായി. 8 കഴിഞ്ഞ ആൾ ഗൾഫിൽ പോയി. പിന്നെ 9 കോവിഡായി. അപ്പോൾ ഈ വീഡിയോ കോളിൽ ഇയാൾക്ക് എന്താ പറയുക ന്യൂഡായിട്ട് ഇയാൾക്ക് എന്തൊക്കെ കാണണം അതൊക്കെ ഉമ്മ വരും. എൻ്റെ ഏട്ടനെ മാറ്റും, പുറത്ത് സാധനം വാങ്ങാൻ പറഞ്ഞേക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് വരും, ഇത് ഇങ്ങനെ കാണിക്കുക, അങ്ങനെ കാണിക്കുക. അങ്ങനെ എനിക്ക് എന്താ പറയുക, നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ നമുക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. വേറെ ഒരു കുടുംബക്കാരോട് കോണ്ടാക്റ്റ് ഇല്ല. അതുപോലെ വാപ്പ എന്ന് പറഞ്ഞ ആള് ഞാൻ കണ്ട പരിചയം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആരോട് പറയും? ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ആരോട് പറയും? +1 എത്തിയപ്പോൾ എനിക്ക് എന്താ പറയുക, ബ്ലഡിൻ്റെ കുറവുണ്ട്. അപ്പോൾ പീരിയഡ്സ് ഡിലേ ആവുമ്പോൾ ഇവർക്ക് വല്ലാത്ത ടെൻഷനാണ്. അതായത് ഞാൻ വേറെ ആരുടെടുത്തെങ്കിലും അഫെയർ ഉണ്ടോ, ഇനി വേറെ ആരുടെടുത്തെങ്കിലും ഞാൻ ഫിസിക്കലി എന്തെങ്കിലും കോണ്ടാക്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ഇനി ഓരോ പീരിയഡ്സ് ഡേറ്റ് ഡിലേ ആകുമ്പോഴും ഇവർ എൻ്റെ അടുത്ത് ഭയങ്കര ടോർച്ചർ. അതായത് വേറെ ആരുടെടുത്തെങ്കിലും ഉണ്ടോ റിലേഷൻ, വേറെ ആരുടെടുത്തെങ്കിലും ഫിസിക്കലി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഫിസിക്കലി എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇവർക്ക് ഭയങ്കര പ്രശ്നം. എന്നിട്ട് അവർ കുറേ ഫ്രൂട്ട്സ് തരും, കുറേ മരുന്ന് തരും, ബ്ലഡ് ഉണ്ടായിട്ട്. അപ്പോൾ പീരിയഡ്സ് ആവും. അപ്പോൾ ഓക്കെ, അപ്പോഴാണ് അവർ ശരിക്കും സമാധാനമാകും. അവർക്ക് ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ വീട്ടിലെ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അപ്പോൾ എനിക്ക് തോന്നി ഇവൾ ഇത്രയും ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്തുകൂടാ
അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യമുണ്ട്. അവൾ വിശ്വസിച്ചില്ല. ഓക്കെ, അവൾ ചുമ്മാ പറഞ്ഞാൽ അല്ല, സീരിയസ് ആയിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവളാകെ ഷോക്കായി. ആകെ സ്വന്തം എന്ന് പറയാനായിട്ടുള്ള അതിൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് എതിരായിട്ട് നിൽക്കണം ഞാൻ ഈ ഒരു പോയിന്റിൽ. അവർക്ക് എതിരായിട്ട് നിൽക്കണോ, നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുമില്ല എനിക്ക് അവിടെ. ഞാൻ എന്ത് ചെയ്യും, എവിടെ പോവും, എന്താണ് ഉണ്ടാവുക ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇവരെ വെച്ച് അന്വേഷിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, നീ ചിലപ്പോൾ ഓർഫനേജ് പോവും, നിന്റെ ഉമ്മ ചിലപ്പോൾ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്, ആളെന്തായാലും ജയിലിൽ പോവും, നിന്റെ ഏട്ടൻ എന്താ ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ആകെ ഒന്നും കൂടി ടെൻഷനായി. പിന്നെയും എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് പറഞ്ഞു ഇനി എന്തൊക്കെ വന്നാലും എൻ്റെ ജീവൻ പോവുകയാണെങ്കിൽ പോലും ഒരിക്കലും ആളെ നിന്റെ മേൽ തൊടാൻ സമ്മതിക്കരുത്. അതിനുശേഷം വലിയ പ്രശ്നമായിരുന്നു. വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല. ടീച്ചറുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ മിസ്സ് അതായത് വിശ്വസിച്ചില്ല. അത് അവരെയും പറയാൻ പറ്റില്ല, കാരണം ഒരിക്കലും സ്വന്തം ഉമ്മ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പ്രിൻസിപ്പള്, 3 ടീച്ചേഴ്സ്, പ്രിൻസി, ഞാനും കൂടി സ്റ്റേഷനിൽ പോയി. സിന്ധു മാഡം ഉണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ SI രാജേഷ് സാറായിരുന്നു. രാജേഷ് സാറ് പോയിട്ട് എഴുതിക്കോളൂ പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ എഴുതാൻ പോയി. മേലെ നിലയിൽ പോയിട്ട് സിന്ധു മാഡം ഉണ്ടായിരുന്നു. അപ്പോൾ മാഡം ഇതൊക്കെ എഴുതിയെടുത്തു. ഞാൻ പറഞ്ഞു ഉമ്മാനെ നമുക്ക് മാപ്പ് സാക്ഷിയാക്കണം. എൻ്റെ ഒരു പ്രസൻസിൽ എൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു, മാപ്പ് സാക്ഷിയാക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ, അത് നമുക്ക് നോക്കാം, അത് നമുക്ക് റെഡിയാക്കാം, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ ഒരു പകുതിയൊക്കെ ആയപ്പോൾ മാഡം പറഞ്ഞു ഞാൻ ഇപ്പം വരാട്ടോ പറഞ്ഞിട്ട് പോയിട്ട് എൻ്റെ അടുത്ത് കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു ഉമ്മ താഴെയുണ്ട്, ഇനി ഉമ്മ മുങ്ങോന്ന് അറിയില്ലല്ലോ, ഉമ്മാനെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആകെ എനിക്ക് ടെൻഷനായി. കാരണം ഉമ്മ സ്റ്റേഷനിൽ താഴെ കൊടുന്നു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടി കുറേ ഇതായി. പക്ഷേ അപ്പോൾ പറഞ്ഞു ഇതൊരിക്കലും ഉമ്മാനെ വിടാൻ പറ്റില്ല, ഇവിടെ കിടക്കട്ടെ കുട്ടി, അവിടെ കിടന്നോട്ടെ, എന്താപ്പോ ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ രക്ഷപ്പെടുത്താനോ അങ്ങനെ. അപ്പോൾ ഞാൻ ശരിയാണ്, ഏട്ടനും വിശ്വസിച്ചില്ല. കാരണം അതായത് ഇത്രയും കാലം നോക്കി വളർത്തിയ ഒരാൾക്കെതിരെ എന്ത് കംപ്ലൈന്റ് ആണ് ഞാൻ കൊടുത്തതെന്ന് അറിയാനുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ. അങ്ങനെ ഈ പോലീസുകാർ ഉമ്മാട് പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം കയ്യിൽ നിന്ന് പോയി, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, മകൾ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്, ഇതിനിപ്പോൾ മകൾ പിൻവലിച്ചാൽ പോലും ഞങ്ങളിത് പ്രശ്നമാക്കും എന്നുള്ള രീതിക്ക് അവർ വന്നു. പിന്നെ അതിലെനിക്ക് എൻ്റെ ഒരു കണ്ണിന് മസിലിന് വില കുറവാണ്. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റൽ ഉണ്ട്, ഐ ഹോസ്പിറ്റൽ, അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് എനിക്ക് ബിയർ ഉണ്ടല്ലോ, മദ്യം, അത് കുടിപ്പിച്ചിട്ട് എനിക്ക് ഗ്യാസ് അടിച്ച് കയറിയിട്ട് അന്ന് ഭയങ്കര ഇവിടെ വേദന ഉണ്ടായിരുന്നു. പുറത്ത് കൊണ്ടുപോകാനും പറ്റില്ല, കാരണം ഫിസിക്കലി അബ്യൂസ്ഡ് ആണെന്ന് മനസ്സിലാവും. പിന്നെ മൈനറാണ്, ആ പ്രശ്നമാവും. അങ്ങനെ അവിടെ ചുടുവെള്ളം തന്ന് കുറേ കഴിഞ്ഞിട്ട് ഇത് മാറി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പോലീസുകാർ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എൻ്റെ ഏട്ടൻ വന്നിട്ട് ഓക്കെ ഇത് എങ്ങനെയും ഒഴിവാക്കാൻ പറ്റുമോ, കാരണം നമുക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാവും, പ്രശ്നം ആയിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇല്ല, ഞാൻ ടീച്ചേഴ്സിന് എൻ്റെ കൂടെ ആകെ നിന്നത് ടീച്ചേഴ്സാണ്. അവർ രണ്ടുപേരും പിടിച്ച് അവർ ജയിലിലായി. ജീവപര്യന്തം കഠിന തടവ്, 2 ലക്ഷം രൂപ പിഴ. അവസാനം ഫ്രണ്ട്സിനോട് പറഞ്ഞ സമയത്ത് അവർക്ക് പോലും ഇത് അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല. കേട്ടപ്പോൾ ടീച്ചർ പോലും ആദ്യം അന്താളിച്ച് നിന്നു. ടീച്ചർ പറഞ്ഞു സ്വന്തം ഉമ്മ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള, കാരണം കുട്ടി എന്തെങ്കിലും വൈരാഗ്യം കൊണ്ട് ഉമ്മയെ പറ്റി ഇങ്ങനെ പറഞ്ഞതാവാം എന്നൊക്കെ ആയിരിക്കും ഏതായാലും ടീച്ചർ ആദ്യം മനസ്സിലാക്കിയത്. അതിനുശേഷം വീണ്ടും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം അവരെയും കൂട്ടിയിട്ട് മകളെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് നേരിട്ടിട്ട് പരാതി എഴുതി വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. ആ മകൾ അവിടെ നിന്ന് പരാതി എഴുതിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ ഉമ്മയെ പോലീസ് പോയി പൊക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. എന്നിട്ടും ആ മകൾ പറയുകയാണ് എൻ്റെ ഉമ്മയെ മാപ്പ് സാക്ഷിയാക്കണമെന്നാണ്. കാരണം ഉമ്മാക്ക് പുറത്ത് കൊടുക്കാനാണ് ആ കുട്ടിയുടെ മനസ്സ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ആ കുട്ടിക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ടു. എന്താണ് ഇനി നഷ്ടപ്പെടാൻ ബാക്കിയുള്ളത്? പിടിച്ചു വെച്ച് കൊടുക്കുക, കയ്യും കാലും കണ്ണ് പൊത്തിക്കൊടുക്കുക. വൃത്തികേടിൻ്റെ അങ്ങേ തലയിൽ ആ ഉമ്മ പെരുമാറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതേ ഒരിക്കലും ഗതികേട് കൊണ്ടാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതിനെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഒരൊറ്റ ചികിത്സ മാത്രമേ ഉള്ളൂ, കൊന്നു കളയുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു ചികിത്സയും ഇതിനില്ല. കാരണം ഇതിലൊക്കെ നല്ലത് ആ മക്കളെയും കൊന്നിട്ട് ആ ഉമ്മയ്ക്ക് മരിക്കുന്നതായിരുന്നു. അതാണ് ഏറ്റവും അന്തസ്സായ ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കാമുകന് വേണ്ടിയിട്ട് കാമുകൻ സഹായിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തായി പോകുമെന്ന് പേടിച്ചിട്ട് ആ കാമുകന് വേണ്ടിയിട്ട് സ്വന്തം മകളെ കൂട്ടിക്കൊടുക്കാൻ ഉമ്മ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ഞാൻ പറഞ്ഞതുപോലെ ആ ഉമ്മയ്ക്ക് തീർച്ചയായിട്ടും 100 കൂട്ടം പണികൾ എടുത്തിട്ട് ആ മകളെ പോറ്റാമായിരുന്നു. ഒരു വേലക്കെങ്കിലും പോയിട്ട് പോറ്റാമായിരുന്നു. അതും പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കൈ നീട്ടിയിട്ട് ഏതെങ്കിലും പള്ളിയുടെ ഉമ്മാരത്ത് പോയിട്ട് കൈ നീട്ടിയിട്ട് ഭിക്ഷ യാചിച്ചിട്ട് ആ കുട്ടികളെ നോക്കിയിരുന്നു എങ്കിലും തീർച്ചയായിട്ടും ഇതിനെക്കാട്ടിലും അന്തസ്സുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ പരമോന്നത കോടതി തീർച്ചയായിട്ടും സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയൊരു ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ കോടതികളാണ്. ശിക്ഷിച്ചു, ജീവപര്യന്തം ശിക്ഷ കിട്ടി. ആ കാമുകനെയും ശിക്ഷിച്ചു, അതുപോലെ തന്നെ ഉമ്മയെയും ശിക്ഷിച്ചു. ഏതായാലും
അവർക്കൊരു ജീവപര്യന്തം ശിക്ഷയാണ് കിട്ടിയത്. പക്ഷേ എന്തെങ്കിലും അവരൊക്കെ ഇറങ്ങി വന്നാൽ ഈ സഹോദരി ഈ നാട്ടിൽ തന്നെ ജീവിക്കേണ്ടതാണ്. എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഈ ചെന്താമരയുടെ കേസെല്ലാം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അവസാന നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഗാന്ധിജിയൊന്നുമല്ല, ഇപ്പോഴത്തെ കവളിൽ അടികെട്ടിയാൽ അപ്പുറം കവള് കാണിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും ഞാൻ ഇനിയും കൊല്ലുമെന്ന് വീരവാദം മുഴക്കിയ അത്തരം ക്രിമിനലുകളുള്ള നമ്മുടെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നാളെ ജാമ്യം കിട്ടിയിട്ടോ മറ്റോ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവന് വരെ അതൊരു ഭീഷണിയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരപ്പെട്ട ഒരു അനുഭവം ഒരു സഹോദരി നേരിട്ടിട്ട് ഒരു മാധ്യമത്തിന് മുമ്പിൽ വന്ന് പറയുന്നത് നമ്മൾ കണ്ടത്. ഏതായാലും ആ കുട്ടിയുടെ ധൈര്യത്തെയും തീർച്ചയായിട്ടും ആ കോൺഫിഡൻസിനെയും നമ്മൾ എത്ര പ്രോത്സാഹിപ്പിച്ചാലും മതിയാവില്ല. തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക ധൈര്യമായിട്ട്, എന്നിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അതാണ് വേണ്ടത്. ഇത്തരത്തിൽപ്പെട്ട കുട്ടികളെ ആരെങ്കിലും ഇത്തരത്തിൽപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്കൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരപ്പെട്ട വൃത്തികേടുകൾ എന്തെങ്കിലും നമ്മുടെ കൂട്ടുകാരോ കുടുംബക്കാരോ ഉമ്മമാരോ ഉപ്പമാരോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് കാര്യം പറയുക. അതിനുശേഷം തീർച്ചയായിട്ടും പോലീസുമായി ബന്ധപ്പെട്ടിട്ട് മാന്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾക്കും തീർച്ചയായിട്ടും ഒരു ബാധ്യതയുണ്ട്. ഇതൊക്കെ കുട്ടികൾക്കൊരു പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.